വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാൻ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് പോലീസ്. അതിനിടെ രാവിലെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ അഫാന്റെ ബാപ്പ അബ്ദുൾ റഹീം ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷമിയെ ആശുപത്രിയിലെത്തി കണ്ടു. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നാണ് ഷമി പറഞ്ഞത്. അഫാന്റെ ആക്രമണത്തിലാണ് ഷമിക്കും ഗുരുതരമായി പരിക്കേറ്റത്. യാത്രാവിലക്കിനെ തുടർന്ന് വിദേശത്ത് കഴിഞ്ഞിരുന്ന അബ്ദുൾ റഹീം സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി ഇന്ന് രാവിലെയാണ് നാട്ടിലെത്തിയത്. യാത്രാവിലക്കിനെ തുടർന്ന് വിദേശത്ത് കഴിഞ്ഞ അബ്ദുൾ റഹീം ഇന്ന് രാവിലെയാണ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി തിരുവനന്തപുരത്തെത്തിയത്. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ അബ്ദുൾ റഹീം ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷമിയെ കാണാൻ വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിലെത്തി. അബ്ദുൾ റഹീമിനോടും മകന്റെ തെറ്റ് മറച്ചു വെച്ചുകൊണ്ടാണ് ഷമി സംസാരിച്ചത്. കട്ടിലിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയതെന്ന് വീണ്ടും ആവർത്തിച്ചു. ഇളയ മകനെ വീണ്ടും അന്വേഷിച്ചു. റഹീമിന്റെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു. കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കയ്യിൽ പിടിക്കുകയും ചെയ്തു. കയ്യിൽ പിടിച്ചു. മകന്റെ കാര്യമാണ് ചോദിക്കുന്നത്. മകനടുത്ത ഇദ്ദേഹത്തിന്റെ അളിയന്റെ വീട്ടിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. റിക്കവർ ചെയ്തു വരാനാണ് പ്രതീക്ഷ. അഫാനെ പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും ആശങ്ക ഇളയ കുട്ടിയെ കുറിച്ചാണ്. ഇളയ കുട്ടി പരീക്ഷ ആയതുകൊണ്ട് ബന്ധുവിന്റെ വീട്ടിലാണെന്നാണ് ഷമിയെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം ആരോഗ്യനില വീണ്ടെടുക്കാത്തത് കാരണം ഷമിയുടെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തില്ല. അഫാൻ മൊഴിയിൽ ഉറച്ചു നിൽക്കാത്തതും അന്വേഷണത്തിൽ പ്രതിസന്ധിയായി തന്നെ തുടരുന്നു. ജനം, തിരുവനന്തപുരം.